ചുറ്റിലും ഗ്രാനൈറ്റ് ഒക്കെ പിടിപ്പിച്ച് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു അടിപൊളി ഇടികല്ല്. ഇതിൽ അരച്ചുണ്ടാക്കുന്ന ചമ്മന്തിയുടെ രുചി പിന്നെ പറയുകയും വേണ്ടല്ലോ അല്ലേ. ഞാനിത് വാങ്ങിച്ചത് ഇന്ത്യയുടെ നമ്പർ 1 ട്രഡീഷണൽ കുക്ക്വെയർ കമ്പനിയായ റോഷ് കുക്ക്വെയറിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതെങ്ങനെയാണ് സീസൺ ചെയ്തത് ഇങ്ങനെ ആക്കിയെടുത്തതെന്ന് കാണിച്ചു തരാം. കല്ല് ആദ്യം തന്നെ സോപ്പിട്ടൊന്ന് കഴുകി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയെടുത്ത ശേഷം ഇതിനകത്ത് കുറച്ച് അരി പൊടിച്ചെടുക്കണം. ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. കല്ലിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കി വേണേ പൊടിച്ചെടുക്കാൻ. അപ്പോൾ അതിനകത്തുള്ള കല്ലോ മണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. ഇനി ഇതങ്ങ് മാറ്റിക്കളഞ്ഞ ശേഷം കുതിർത്തി വെച്ചിരിക്കുന്ന കുറച്ച് പച്ചരി നമുക്ക് അരച്ചെടുക്കാം. അതും കല്ലിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ആവുന്ന പോലെ ആക്കി വേണേ അരച്ചെടുക്കാൻ. ഇതിലേക്ക് ഇനി കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് രാത്രി മുഴുവനും വെക്കാം. രാവിലെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഇതുപോലെ അങ്ങ് പുരട്ടിയെടുത്താൽ നമ്മുടെ കല്ല് ഉപയോഗിക്കാൻ റെഡിയായി. കല്ലേൽ അരച്ചുണ്ടാക്കുന്ന ചമ്മന്തിയുടെ രുചി പിന്നെ പറയേ വേണ്ടല്ലോ അല്ലേ. ഞാനിവിടെ 2 സവോള, 2 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 ഇതൾ കറിവേപ്പില, ഒരു 3 കാശ്മീരി മുളക്, ചെറിയൊരു കഷ്ണം പുളി, ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കല്ലേലിട്ടങ്ങ് ചതച്ചെടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും നല്ല ചൂട് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കട്ടോ. അപ്പോൾ പ്രോഡക്റ്റ് ലിങ്ക് വേണ്ടവർ പേജ് ഫോളോ ചെയ്തിട്ട് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ DM ചെയ്തേക്കാം.